Meet the editors. അപ്പോൾ നമുക്കിനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസം ഒരു വലിയ വെടിക്കെട്ടിന് തീകൊളുത്തുകയായിരുന്നു ഇ.പി. ജയരാജൻ. ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നുവെന്ന് സമ്മതിക്കുകയാണ് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ഇ.പി. പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് പോകുമെന്ന ആരോപണം കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇ.പി. ജയരാജൻ ആരോപിച്ചു. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും 3-4 പത്രപ്രവർത്തകരും കൂടി നേരത്തെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആസൂത്രിതമായൊരു ഗൂഢാലോചനയായിരുന്നു അത്. അതിൽ എൻ്റെ പേര് വലിച്ചിഴച്ചു. എൻ്റെ പേര് വലിച്ചിഴക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ്കർ കണ്ടിട്ട് എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ ഒരു വീട്ടിലൊരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങുകയാണ്. നിന്ന സ്ഥലത്ത് നിന്ന് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള മകൻ്റെ ഫ്ലാറ്റിലാണ്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ ഇ.പി. എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം നമ്മൾ കേട്ട ആ ഒരു വലിയ പ്രധാനപ്പെട്ട ബോംബ്, യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഇത് പറഞ്ഞു തുടങ്ങുന്നത് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആ വിവാദമായ പത്ര സമ്മേളനത്തിലെ വാക്കുകളോട് കൂടിയാണ്. അതിനുള്ള മറുപടി ശോഭാ സുരേന്ദ്രൻ പറയുന്നു. പക്ഷേ ഇന്ന് ഇ.പി. ജയരാജൻ വോട്ടെടുപ്പിൻ്റെ സമയത്ത് തന്നെ ആ ദിവസം തന്നെ താൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിരുന്നുവെന്ന് സമ്മതിക്കുക കൂടിയാണ്. പ്രതിരോധത്തിലാക്കിയോ? നിശ്ചയമായും ഇ.പി. ജയരാജൻ ഇന്ന് CPM-നെയും ഇടതുപക്ഷത്തെയും വലിയ പ്രതിരോധത്തിലാക്കിയെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉടനീളം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് BJP-യോടുള്ള സമീപനം. അതെപ്പോഴും ഒരു ആശങ്കയുടെയും സംശയത്തിൻ്റെയും നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം അതിൻ്റെ പ്രചാരണത്തിൻ്റെ മുനമൂർച്ച കൂട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് നാളത്തെ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിശക്തമായ പ്രചാരണം ഇടതുപക്ഷം നടത്തിയിട്ടുള്ളത്. ആ പ്രചാരണത്തിൻ്റെ മുനയൊടിക്കുന്ന ഒരു സംഭവമാണ്. നോക്കൂ, LDF-ൻ്റെ കൺവീനർ, അതുമാത്രവുമല്ല CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഒരുപക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും തലപ്പൊക്കമുള്ള CPM നേതാക്കളിൽ ഒരാൾ, അദ്ദേഹം BJP-യുമായി ചില രഹസ്യ ഇടപാടുകൾക്ക് തുനിഞ്ഞിറങ്ങി എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നു. ആ ആരോപണത്തെ ഭാഗികമായെങ്കിലും ജയരാജൻ സ്ഥിരീകരിക്കുന്നു. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് തൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ അത്തരമൊരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞിരിക്കുന്നു, തുറന്നു സമ്മതിച്ചിരിക്കുന്നു. നിശ്ചയമായും ഇത് ഇന്ന് മാത്രമല്ല, ഇനി വരും ദിവസങ്ങളിലും CPM-നെ സംബന്ധിച്ച് വലിയ അലയൊലികൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു വിവാദത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് CPM-ന് നേരിടേണ്ടി വരും. CPM-ൻ്റെ നേതൃത്വത്തിന് ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാമല്ലോ, താങ്കൾ തന്നെ നേരത്തെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇ.പി. ജയരാജനെ സംബന്ധിച്ചും പ്രകാശ് ജാവ്ദേക്കറെ സംബന്ധിച്ചും ഇക്കാര്യത്തിൽ നൽകാവുന്ന വിശദീകരണങ്ങൾ തുലോം തുച്ഛമാണ്. അവർ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെ വെളിപ്പെടുത്താൻ ഒരു കാരണവശാലും ജയരാജനും കഴിയില്ല, പ്രകാശ് ജാവ്ദേക്കർക്കും കഴിയില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറിന് കഴിയും. അങ്ങനൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാർ ചില കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ആ വെളിപ്പെടുത്തിയതിനെ ഒന്നിനെയും തന്നെ ജയരാജൻ കാര്യമായി കണ്ടസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അക്കാര്യത്തിൽ എന്തെങ്കിലും കേസ് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ കേസ് കൊടുക്കില്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്താണ് ദല്ലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. എന്തൊക്കെയാണ് ജയരാജനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ളത്? നോക്കൂ, പ്രകാശ് ജാവ്ദേക്കർ നേരം പോക്കിനല്ല ജയരാജൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു സൗഹൃദം അവർക്കിടയിൽ രൂപപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രമല്ല, ജയരാജനൊന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ മറാഠി കടന്ന ഹിന്ദിയൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന്. അപ്പോൾ ആ അർത്ഥത്തിലൊരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ സാധ്യമല്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു സൗഹൃദത്തിൻ്റെ തുടർച്ചയായിട്ടൊരു നേരം പോക്കിന് അവിടെ വന്ന് ചായ കുടിച്ച് പോകാൻ പ്രകാശ് ജാവ്ദേക്കർ തീരുമാനിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു പൊളിറ്റിക്കൽ മിഷനോടുകൂടി തന്നെയാണ് ജാവ്ദേക്കർ അവിടെ എത്തിയിരിക്കുന്നത്. ആ കാര്യം ജയരാജനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരു കാരണവശാലും ജയരാജനെ ഒരാൾക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല, പ്രകാശ് ജാവ്ദേക്കർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല. അവിടെ പിന്നെ
പിന്നെ മൂന്നാമതായി നിന്നിട്ടുള്ള നന്ദകുമാറിനാണ് അത് വെളിപ്പെടുത്താൻ കഴിയുക. നന്ദകുമാറും ജാവ്ദേക്കറും തമ്മിൽ നല്ല ബന്ധമാണ് എന്നുള്ളതിന് ദൃശ്യമായിട്ടുള്ള തെളിവുകൾ തന്നെയുണ്ട്. അവരൊരുമിച്ച് ഒരു ഇന്നോവ വണ്ടിയിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ദൃശ്യം തന്നെ കണ്ടിട്ടുണ്ട്. ഏതായാലും നന്ദകുമാർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ജയരാജൻ്റെ മുന്നിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ വയ്ക്കുന്നത്. ഒന്ന്, ലാവ്ലിൻ കേസിൽ കൺസീഡ് ചെയ്യും. ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ കോടതിയിൽ വരുമ്പോൾ സോളിസിറ്റർ ജനറൽ കൺസീഡ് ചെയ്യും. 2, സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകളുടെയൊക്കെ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണത് സ്റ്റോപ്പ് ചെയ്യും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം കൂടിയുണ്ട്. 2026 നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റാൻ വേണ്ടി പ്രവർത്തിക്കും. ഈ 3 കാര്യങ്ങളാണ് പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജനോട് പറഞ്ഞിരിക്കുന്നത്. പകരം ഒരൊറ്റ കാര്യം ചെയ്തു കൊടുത്താൽ മതി. എന്താണ് ആ കാര്യം? ഒരു സീറ്റിൽ BJPയെ വിജയിപ്പിച്ചു കൊടുക്കണം. അതും ഏത് സീറ്റാണെന്ന് കൂടി പറയുന്നു. ഏതാണ്? തൃശ്ശൂർ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു കൊടുക്കണം. നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് BJPയുടെ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ED ഇവിടെ ഇറക്കിയിട്ട് കരുവന്നൂർ കേസിൽ, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസിൽ, അതേപോലെ SFIOയുടെയും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട EDയുടെ കേസ്, SFIയുടെ കേസൊക്കെ നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അത് ദ്രുതഗതിയിലാക്കുകയും ചെയ്തത് നിങ്ങൾ CPMനെ ഭീഷണിപ്പെടുത്താനാണോ അതോ സത്യം പുറത്തു കൊണ്ടുവരാനാണോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാജ്യത്തെ എല്ലാ അഴിമതികളെയും തുടച്ചു നീക്കുകയും ഇവിടെ വലിയ ലൂട്ടിംഗ് നടത്തിയിട്ടുള്ള CPMൻ്റെ നേതൃത്വത്തെ ജയിലഴിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരുന്നു? CPMനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ നേടുക എന്നുള്ളതായിരുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്ന അനുയായികളെ മുഴുവൻ വഞ്ചിക്കുകയല്ലേ? 26 വീണ്ടും നിങ്ങളിവിടെ LDFനെ വിജയിപ്പിച്ചു കൊടുക്കാമെന്നാണ് ഏൽക്കുന്നത്. ആ അർത്ഥത്തിൽ സ്വർണ്ണക്കടത്ത് കേസ്, ഈ പറയുന്ന എക്സാലോജിക്ക് കേസ്, ലാവ്ലിൻ കേസ്, കരുവന്നൂർ കേസ്, ഇവിടെയെല്ലാം നിങ്ങൾ നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ആ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഓപ്പറേഷൻ തന്നെയാണ് കേരളത്തിലും നിങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ദല്ലാൽ നന്ദകുമാറിന് ഈ കാര്യത്തിൽ അവിശ്വസിക്കേണ്ടതേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജയരാജനും ഈ കാര്യത്തിൽ വെളിപ്പെടുത്തൽ നടത്താൻ പറ്റില്ല, അതേപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കർക്കും പറ്റില്ല. പ്രകാശ് ജാവ്ദേക്കർക്കും ജയരാജനുമിടയിൽ ഒരു സൗഹൃദം ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിടയിൽ പോസിബിൾ അല്ല എന്ന് ജയരാജൻ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ ഒരു ഡീലിനാണ് വന്നത്. ആ ഡീലിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇതൊക്കെയാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കേരളത്തിൽ വിശ്വസിക്കുന്ന അനുയായികൾ ആലോചിക്കണം. 26 തെരഞ്ഞെടുപ്പ് അടക്കമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതൊരു ചെറിയ നീക്കമല്ല. ഒരു സീറ്റിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഈ വിഷയത്തിൽ BJP ആണെന്ന് ഞാൻ കരുതുന്നു. ജയരാജൻ നമ്മൾ വിട്ടുകളയല്ല കേട്ടോ. ജയരാജൻ ഈ കാര്യത്തിൽ പാലിക്കേണ്ടത്. ഇന്നിപ്പോൾ രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ, അനാവശ്യമായ കൂട്ടുകളുടെ ജയരാജൻ പോയിട്ടുണ്ട്. ഇത് ജയരാജൻ ആദ്യം പെടുന്ന വിവാദമല്ലല്ലോ. ജയരാജൻ ബോണ്ട് കേസിൽ വിവാദത്തിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ലാൻഡ് റോവറിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ വിവാദത്തിൽ പെട്ടിട്ടുണ്ട്. നെപ്പോട്ടിസത്തിൻ്റെ കാര്യത്തിൽ അതായത് ബന്ധുവിന് നിയമനം നടത്തുന്ന കാര്യത്തിൽ വിവാദത്തിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ജയരാജൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള അതൃപ്തികളും സംബന്ധിച്ച വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ 2021 സീറ്റ് നിഷേധിക്കപ്പെട്ടതിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കാത്തതിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥയിൽ അദ്ദേഹം സഹകരിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലും ജയരാജൻ നിശബ്ദനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് കാസർഗോഡ് ചുമതല ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് AK ബാലൻ വിശദീകരിക്കുമ്പോഴും അദ്ദേഹത്തെ എവിടെയും നമ്മൾ കണ്ടിരുന്നില്ല. LDF കൺവീനറാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പോയി ചാടുന്നത് ജയരാജൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. ജയരാജൻ പക്ഷേ ഈ കാര്യത്തിലൊന്നും സമ്മതം മൂളിയില്ല എന്നുള്ളതാണ് വെളിപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നിങ്ങൾ ലാവ്ലിൻ കേസ് കൺസീഡ് ചെയ്യുക, നിങ്ങൾ ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകളിൽ അതൊക്കെ എഴുതി തള്ളുക, അതൊക്കെ അവസാനിപ്പിക്കുക, 26 ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റുക, ഞങ്ങളിതാ തൃശ്ശൂർ പിടിച്ചു തരാം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താം എന്നൊരു സമ്മതം ജയരാജൻ്റെ പക്ഷത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് സാധ്യമല്ല എന്ന് നന്ദകുമാർ പറഞ്ഞിരിക്കുന്നു. ദല്ലാൽ നന്ദകുമാറിനെ പോലെ ആളെ വിശ്വാസത്തിൽ എടുക്കണമെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ മധ്യവർത്തിയായി നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ അറിയുന്ന ഒരാൾ വന്ന് പരസ്യമായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതേ സംബന്ധിച്ച ഭാഗികമായൊരു സ്ഥിരീകരണം ജയരാജൻ നൽകുമ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകണം. ഞാൻ ഈ കാര്യത്തിൽ ആദ്യത്തെ എൻ്റെ നിലപാടെന്ന് പറയുന്നത്, ഇവിടെ കേരളത്തിലെ BJP എന്ന് പറയുന്ന സംഘടനയെയും ആ സംഘടനയിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെയും അതിനോട് അനുഭാവം വെച്ച് പുലർത്തുന്ന വോട്ടർമാരെയും ഒക്കെ വഞ്ചിക്കുന്നൊരു നിലപാട്. അതായത് നിങ്ങളെയൊക്കെ ഈ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങളിതാ ഇവരെയൊക്കെ പിടിക്കാൻ പോകുന്നു. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് ഈ പരിപാടിയെല്ലാം പൊളിഞ്ഞതിന് ശേഷം ഈ ആറ്റിങ്ങലിലെയും ആലത്തൂരിലെയും പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാണ്. അന്ന് ഞാൻ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇത് പറയുന്നുണ്ട്. ആലത്തൂരിലും ആറ്റിങ്ങലിലും
വളരെ അസ്വാഭാവികമായ ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. കാരണം നരേന്ദ്രമോദി അതുവരെ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ആലത്തൂരിലും ആറ്റിങ്ങിലും വന്ന് ഈ പറയുന്ന കോഓപ്പറേറ്റീവ് സ്കാം എടുത്തിരുന്നു, സ്വർണ്ണക്കടത്തെടുത്തിരുന്നു, അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും എടുത്തിട്ടുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഒരു ലൂട്ടർമാരുടെ, അതായത് കൊള്ളയടിക്കാരുടെ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഈ പ്രോജക്റ്റ് പൊളിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നന്ദകുമാർ. ഈ പ്രകാശ് ജാവ്ദേക്കറിന് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഹിന്ദു പാർട്ടിയായിട്ടുള്ള CPM-നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തറപറ്റിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തങ്ങളുടെ ശക്തി വളർത്തിക്കൊണ്ടുവരാൻ കഴിയൂ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉപയോഗിച്ചത് തെറ്റായിപ്പോയി എന്നൊരു വലിയ തിരിച്ചറിവ് ജാവ്ദേക്കറിന് പിന്നീട് ഉണ്ടായി എന്ന് പറയുന്നു. ഏതായാലും ഇത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണ ഏജൻസികൾ ഇവിടെ വന്നിറങ്ങി ഈ പറയുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇവിടുത്തെ പിന്നെ എന്താ പറയുക ഒരു സീറ്റ് സംഘടിപ്പിക്കാനുള്ള തത്രപ്പാടായിരുന്നു എന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണത്തിനെ വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അഥവാ അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ BJP എക്സ്പോസ്ഡ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ കേരളത്തിൽ വളർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക, അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയെ വഞ്ചിക്കും, നിങ്ങളുടെ ആശയത്തെ വഞ്ചിക്കും, നിങ്ങളുടെ പ്രവർത്തകരെ വഞ്ചിക്കും, നിങ്ങളുടെ അനുഭാവികളെ വഞ്ചിക്കും, നിങ്ങളുടെ അനുയായികളെ വഞ്ചിക്കും. എങ്ങനെയും ഒരു സീറ്റ് സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാണംകെട്ട പരിപാടിക്ക് വേണ്ടിയിട്ട് പല ഓപ്പറേഷൻസും ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജയരാജന് വീഴ്ച പറ്റി എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. EP ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്നതാണ് ചോദ്യം. സ്മൃതി, നന്നായി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ BJP-യുടെ ഈ നടപടികളിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പയറ്റിയിട്ടുള്ള കാര്യം ഇവിടെയും പയറ്റുന്നു. അതിൽ വളരെ എന്താ പറയുക, അഭിമാനത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നു, ദക്ഷിണേന്ത്യയിൽ നിന്ന് BJP-യിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള കമ്മിറ്റിയിൽ ഉള്ള മെമ്പറാണ് ശോഭ എന്ന്. അപ്പോൾ ശോഭയ്ക്ക് അങ്ങനെ ഒരു ദൗത്യം ശോഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശോഭ ആ ദൗത്യത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യമാണ്. അതിലിപ്പോൾ രഹസ്യാത്മകതയൊന്നുമില്ല. നടപടിക്രമങ്ങൾ പോകുമ്പോൾ അല്പം രഹസ്യം സൂക്ഷിക്കുമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് EP-യുടെ ഈ മാറി നടക്കൽ തൊട്ട് പരിശോധിക്കേണ്ടി വരും തോന്നുന്നു. ഈ 2023 ഫെബ്രുവരി 20-നാണ് MV ഗോവിന്ദൻ യാത്ര നടത്തിയ, പാർട്ടി സെക്രട്ടറി ആയ ശേഷം യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹം വിട്ടുനിന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് ഒരു ഫെബ്രുവരി 19-ന് ഈ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുക്കുന്നു. ആ ദൃശ്യങ്ങളടക്കം അന്ന് വാർത്തയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശോഭ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അന്ന് ശോഭയെ കണ്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഈ മാർച്ച് അന്നെന്ന് പറയുമ്പോൾ തൃശ്ശൂരിൽ വെച്ചാണ് അദ്ദേഹം വീണ്ടും ആ യാത്രയിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ ഈ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് എന്തിന് എന്ന് മാത്രമേ ഉള്ളൊരു അവ്യക്തമായി നിൽക്കുന്നു. അതായത് ഈ ദല്ലാൽ നന്ദകുമാർ പല രൂപത്തിൽ വെടിപൊട്ടിച്ചിട്ട് പല നേതാക്കൾക്കെതിരെ, ആദ്യം അനിൽ ആന്റണിക്കെതിരെ, പിന്നെ അതിനിടയ്ക്ക് പറഞ്ഞു പോകുന്നിടയിൽ ശോഭയ്ക്കൊന്ന് കൂട്ടുകൊടുക്കുന്നു. അങ്ങനെ ശോഭ അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് EP-യുടെ കാര്യം പുറത്തു വരുന്നത്. അങ്ങനെയാണല്ലോ ഇത് പുറത്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം K. സുധാകരനാണ് ഞാനല്ല പോകുന്നത് EP ആണ് എന്ന് പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ വാർത്താ സമ്മേളനത്തിൽ EP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ EP-യെ സഹായിക്കുന്ന മട്ടിൽ, EP ക്ഷണിച്ചിട്ടും വന്നിട്ടില്ല എന്ന മട്ടിൽ, അദ്ദേഹത്തെ പുകഴ്ത്തുന്ന മട്ടിലൊക്കെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ ലാവ്ലിൻ വൈദേകമൊക്കെ ഒത്തുതീർപ്പാക്കാം എന്ന് പറയുന്നു. അപ്പോൾ EP പറയുന്നു അതൊന്നും വേണ്ട, അത് നടക്കില്ല എന്ന് പറയുന്നു. പിന്നെ ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ജാവ്ദേക്കർ പറഞ്ഞു ഒറ്റ സീറ്റ് തന്നാൽ മതി, ആ ഡീലൊന്ന് ശരിയാക്കൂ, തൃശ്ശൂർ കിട്ടിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അത് പറയുമ്പോൾ പറയുന്നുണ്ട് 2004 മൂവാറ്റുപുഴയിൽ നിങ്ങൾ ചെയ്തതുപോലെ, മൂവാറ്റുപുഴയിൽ അന്ന് PC തോമസ് സ്വതന്ത്രനായി മത്സരിക്കുന്നു, അപ്പുറത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് PCയെ ജയിപ്പിക്കുന്നുണ്ട്. അത് അന്ന് ഡീലാണ് എന്നുള്ള കാര്യം ജാവ്ദേക്കർ പറഞ്ഞതായി ഈ ദല്ലാൽ നന്ദകുമാർ അവതരിപ്പിക്കുന്നത് പിണറായി വിജയനെ കൂടി കൊടുക്കാനാണ്. അന്ന് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അപ്പോൾ അതുകൂടി പറയാം, അന്ന് സഹായിച്ചില്ലേ, അതുപോലെ ഒരു സഹായം ഇപ്പോൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. പിന്നീട് ഈ പ്രാവശ്യം തൃശ്ശൂരിൽ സഹായിക്കണമെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു ഇല്ല, പറ്റില്ല, CP-യുടെ മണ്ഡലമാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ കാര്യങ്ങൾ പിന്നീട് ശോഭ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, 90% ചർച്ച പൂർത്തിയായി EP വരാനിരിക്കുകയായിരുന്നു. പക്ഷേ EP-ക്ക് പാർട്ടിയിൽ എങ്ങനെയോ കണ്ണൂരിലേക്ക് നേതാക്കൾ അവിടെ അറിയുന്നു, ഒരു ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പാർട്ടിയിൽ നിന്ന് വന്നു. അങ്ങനെ EP അത് പിന്മാറി എന്നാണ് ശോഭ പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ ശേഷം EP ഇന്നിപ്പോൾ ഇത് പറയുമ്പോൾ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിൽ ചർച്ച നടത്തുന്നു. അത് നന്ദകുമാറും പറഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലാണ് ചർച്ച നടത്തിയത്. അന്ന് ഞാനും EP-യും മാത്രമാണ് ആ ഫ്ലാറ്റിലുണ്ടായിരുന്നത്. ഒരു ടാക്സിയിലാണ് ജാവ്ദേക്കർ വരുന്നതെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് രാഷ്ട്രീയം സംസാരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇതേ കാര്യങ്ങൾ തന്നെ വേറെ രൂപത്തിൽ EP ഇന്ന് അവതരിപ്പിക്കുകയാണ്. പക്ഷേ EP-ക്ക് അത് കൃത്യമായി ഈ സമയക്രമം ഒന്നനുസരിച്ച് കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ അദ്ദേഹം പൊളിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞു എന്നുള്ളിടത്താണ് ഈ സംശയം മുഴുവൻ വരുന്നത്. അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിപ്പോൾ 2-3 ദിവസം മുമ്പാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് അടപടലം
പ്രശ്നമായേനെ അല്ലേ? ഈ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ ഇന്നിപ്പോൾ ഈ ദിവസമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിൽ അത് പൊളിഞ്ഞു പോയേനെ. ഇപ്പോൾ നോക്കൂ, CPM ഈ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഇഷ്യൂസ് മാത്രം എടുത്തുകൊണ്ടാണ് ഉന്നയിച്ചിട്ടുള്ളത്. CAA പോലുള്ള വിഷയങ്ങൾ, ദേശീയ തലത്തിലെ വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴാണ് അത് BJPക്കെതിരെ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നിടത്താണ് ഇവിടുത്തെ ഒരു വിഷയത്തിലേക്ക്, അത് BJPയുമായി ഐക്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, LDF കൺവീനർ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഇന്ന് ഇതിൽ പ്രതികരിച്ചത് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അത് പ്രതികരിക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നിട്ടുമുള്ളത്. അദ്ദേഹം വോട്ട് ചെയ്ത ശേഷം പ്രതികരിക്കുന്നു. അതിനിടയ്ക്ക് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ CAA എന്നിടയ്ക്ക് പറഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് വിശദീകരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നു ജാഗ്രത കുറവുണ്ടായിരിക്കുന്നു. എന്തിനാണ് ജാഗ്രത കുറവുണ്ടായത്? രാവിലെ കിടക്കപ്പായിൽ നിന്ന് എണീറ്റ ഉടനെ ഇന്ന് ആരെ വഞ്ചിച്ച് പണം തട്ടണം എന്നാലോചിക്കുന്നവരുമായി കൂട്ടുചേരുന്ന കാര്യത്തിൽ ജാഗ്രതയുണ്ടാകണം. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്ന് പറയുന്നു. അത് ലൈറ്റാക്കാൻ ശ്രമിക്കുകയാണ്. ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റിക്കഴിഞ്ഞു എന്ന് ഇന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നടപടിയെടുക്കണം EPക്കെതിരെ, അല്ലേ? അതിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ജാവ്ദേക്കറെ ഞാനും കാണുന്നുണ്ടല്ലോ. അന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ജാവ്ദേക്കറോട് പറഞ്ഞു നിങ്ങൾ നോക്ക് നടക്കില്ല എന്നുള്ള രൂപത്തിൽ രാഷ്ട്രീയം സംസാരിച്ചു എന്ന് പറയുന്നു. അത് തന്നെ MV ഗോവിന്ദനും ലൈറ്റാക്കി സംസാരിക്കാൻ നോക്കുന്നു. പക്ഷേ ഇതവിടെ ലൈറ്റാക്കി നിർത്താൻ പറ്റില്ല എന്ന കാര്യം നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് EP നടത്തിയ പ്രതികരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. നല്ല മിടുക്കരായ 6 സ്ഥാനാർത്ഥികൾ, പിന്നെ അതിൽ കടന്ന് ഉരുണ്ട് ആ രൂപത്തിൽ പ്രതികരിച്ചു. അപ്പോൾ ഇതിനു മുമ്പ് ഈ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നു. പല ഘട്ടങ്ങളിലായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബന്ധു നിയമനത്തിൽ അദ്ദേഹത്തിന് ഈ കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ രാജിവെക്കേണ്ടി വന്നു. ജലീലൊക്കെ കോടതി ഉത്തരവ് വന്നതിന് ശേഷമാണല്ലോ. അപ്പോൾ പാർട്ടി തന്നെ ആ രൂപത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തിനുണ്ട്. മട്ടന്നൂരിൽ സീറ്റ് നൽകിയില്ല. ഇനി പാർട്ടി സെക്രട്ടറി സ്ഥാനം മോഹിച്ചു. പക്ഷേ തന്നേക്കാൾ താഴെ നിൽക്കുന്ന ജൂനിയർ ആയിരിക്കുന്ന MV ഗോവിന്ദൻ അതിലേക്ക് പോയി. ഇനിയിപ്പോൾ പാർലമെൻ്ററി മോഹങ്ങൾക്കും സാധ്യതയില്ല. അപ്പോൾ കരിയർ അവസാനിച്ചു. അദ്ദേഹത്തിന് 73 വയസ്സായി. ഇനിയിപ്പോൾ എന്താണ് വഴി എന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളവരെ തെരഞ്ഞ് നടക്കുകയാണല്ലോ അപ്പുറത്ത്. അപ്പോൾ ആ അസംതൃപ്തരെ കണ്ടുപിടിക്കുന്നുള്ള ബുദ്ധിയും വൈഭവവും കുബുദ്ധിയും വൈഭവവും അപ്പുറത്ത് BJPക്കുണ്ട്. അപ്പോൾ ആ ശ്രമത്തിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. അത് പാർട്ടിയിൽ നിന്ന് ഭീഷണി വന്നപ്പോഴാണ് EP പിന്മാറിയത് എന്നുള്ളിടത്താണ് ഈ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി നിൽക്കുന്നവർ എത്രത്തോളം ഈ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമേറുകയാണ്. EP പലപ്പോഴും EPയുടെ പ്രതികരണങ്ങൾ നമ്മളൊക്കെ എങ്ങനെയാണ് കേട്ടുള്ളത്? ഒരു നിഷ്കളങ്കമായ പ്രതികരണം അല്ലേ? EP അല്ലേ പറയുന്നത്? പക്ഷെ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളായി ഉണ്ടാകുന്നു. ഈ പരിപ്പുവട കഥയൊക്കെ നമ്മൾ ചിരിച്ച് കേട്ടിട്ടുള്ളതാണ്. എല്ലാ കാലത്തും പാർട്ടി പരിപ്പുവട കഴിച്ച് ജീവിക്കണോ പാർട്ടി പ്രവർത്തകർ എന്നൊക്കെ ചോദിച്ചത്, അതൊരു കാര്യം. പിന്നെ സാന്റിയാഗോ മാർട്ടിൻ, ഈ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്ന വിവാദ വ്യവസായി രാധാകൃഷ്ണൻ എന്തിനാണ് പാർട്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരസ്യം നൽകിയത്? എന്ത് കാര്യത്തിനായിരുന്നു? പാർട്ടി പ്ലീനം, ആ പ്ലീനം എന്താണ്? ശുദ്ധീകരണമാണ്. പാർട്ടിയിലെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്ലീനമാണ്. അതിന് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ചീത്തപ്പേരുണ്ടാക്കിയിരുന്ന വ്യവസായി. അപ്പോൾ അതിനൊക്കെ ഒരു ചുക്കാൻ പിടിച്ച നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഓർമ്മിക്കുന്നത്. ഒരു വെടിയുണ്ടയുടെ ഓർമ്മയ്ക്കപ്പുറമുള്ള ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ EPക്കെതിരെ ഒരു നടപടി ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ EP ഇങ്ങനെ നിശബ്ദനായി അങ്ങ് അരങ്ങൊഴിയാനാണ് സാധ്യത. പക്ഷേ പാർട്ടിക്കൊരു കടുത്ത ശക്തമായ നിലപാടെടുത്തേ പറ്റൂ. കാരണം അപ്പുറത്തെ രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ, കോൺഗ്രസിലെ നേതാക്കളെ മുഴുവൻ ആ നിലയ്ക്ക് തന്നെ അതിശക്തമായി വിമർശിക്കുമ്പോഴാണ് നമ്മുടെ നേതാവ് തന്നെ പോവുകയും ചർച്ച നടത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. EP എന്തിന് ഇന്ന് പറഞ്ഞു? EPക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്ത് പറയാമായിരുന്നു? എൻ്റെ അടുത്ത് ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് കള്ളത്തരമാണ്, ഞാൻ കേസ് കൊടുക്കും, അങ്ങനെ പറയാമല്ലോ. ഇന്നത്തെ ദിവസം അത് പറയാമല്ലോ. ഇന്നത്തെ ദിവസം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അത് ഭയങ്കരമായ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാർട്ടിയെ എനിക്ക് സ്ഥാനമില്ലാത്ത പാർട്ടി അങ്ങനെ അങ്ങ് ജയിക്കേണ്ട എന്ന ഉദ്ദേശത്തിലാണോ? ന്യായമായും അങ്ങനെ സംശയിക്കേണ്ടതുണ്ട്. ചില ആളുകൾ അങ്ങനെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന്, EP ജയരാജനെ കണ്ടാൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരു BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രകാശ് ജാവ്ദേക്കറെ ധരിപ്പിച്ചയാളെക്കുറിച്ച് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം സ്വന്തം പാർട്ടിയിൽ പോലും അങ്ങനൊരു പൊസിഷൻ ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്തൊരവസ്ഥയിലാണ് EP ജയരാജൻ. പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം EP ജയരാജൻ്റെ സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങൾ പാർട്ടിയുടെ ഉന്നതതല സമിതികളിൽ അവതരിപ്പിച്ചതിന് ശേഷം, അതിനുശേഷം വേദകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായതിനു ശേഷം തുടർച്ചയായി പാർട്ടിക്കുള്ളിൽ അനഭിമതനാക്കപ്പെടുകയും ആ സർക്കിളിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് മാധ്യമങ്ങളടക്കം സംശയിക്കുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിന് ശേഷമാണ് ഗോവിന്ദ മാഷിൻ്റെ യാത്രയുണ്ടാവുന്നതും. പക്ഷേ ഇവിടെ നിർണായകമായ 2 കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതാണ് കൗതുകകരമായ കാര്യം. അതിലൊന്ന്, ഈ രാമനിലയത്തിൽ വെച്ച് ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞത് ഇപ്പോഴും പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല. നമ്പർ 1.
നമ്പർ 2, ആക്കുളത്തെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കൊച്ചുമകൻ്റെ പിറന്നാൾ ദിവസം കേരളത്തിൻ്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. വളരെ നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വരികയായിരുന്നു എന്നുള്ളതാണ്. ആക്കുളത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അതിങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പ്രകാശ് ജാവദേക്കർ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു ടാക്സിയിൽ താൻ ആക്കുളത്തെ ഫ്ലാറ്റിലുണ്ടെന്ന് കരുതി വരുന്നു, ചായ കുടിക്കുന്നു, വിശേഷങ്ങൾ പറയുന്നു, രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നു, പക്ഷേ പറയേണ്ടതില്ല എന്ന് താൻ വിലക്കുന്നു. അദ്ദേഹം ബൈ പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഇത്രയുമാണ് ഇ.പി. ജയരാജൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദിവസം മകൻ്റെ ബർത്ത്ഡേയുമായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആക്കുളത്ത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് അറിയാം. ആ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ ഇവർക്കറിയാം. പ്രകാശ് ജാവദേക്കർ ചെറിയ ആളല്ല, അദ്ദേഹത്തിന് മന്ത്രി പദവിയുള്ള ഒരാളാണ്. സ്വാഭാവികമായും അദ്ദേഹം അവിടേക്ക് വരുന്ന സമയത്ത് അതിനുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലത്തേക്ക് അല്ലല്ല, ചർച്ച നടത്തിയ സമയത്തല്ലേ, എപ്പോഴാ ചർച്ച നടത്തിയ സമയം പറയുന്നില്ലല്ലോ. പ്രഭാരിയായ സമയത്താണോ അതല്ല കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണോ ഈ ചർച്ച നടത്തിയത്? പ്രഭാരിയായിരുന്ന സമയത്താണെങ്കിൽ അതെ പ്രഭാരിയായിരുന്ന സമയത്താണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും ഹൈ റാങ്കിലുള്ള ഒരാൾ വരുമ്പോൾ, ബി ജെ പിയുടെ സംഘടനാ തലത്തിലുള്ള ഒരാൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ആളുകൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാതിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ടാക്സിയിലാണ് വരുന്നത്. അപ്പോൾ ടാക്സിയിൽ വന്ന് ചായ കുടിച്ച് തിരിച്ചു പോയി. ഇതാണ് ആക്കുളം ലേക്ക്, ഇതാണ് ലുലു മാൾ, കൊള്ളാം, കേരളം കൊള്ളാം എന്ന് പറയാൻ വേണ്ടിയല്ല പ്രകാശ് ജാവദേക്കർ വന്നിരിക്കുന്നത്. തീർച്ചയായും അവർ തമ്മിലൊരു രാഷ്ട്രീയ സംഭാഷണം നടന്നിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെ സംഭാഷണത്തിലുള്ളൊരു സാധ്യത ഇ.പി. ജയരാജൻ ഒരുക്കി കൊടുത്തു. അതിൻ്റെ ഫലം അനുഭവിക്കുമോ അല്ലെങ്കിൽ അത് ഫലമുണ്ടാകുമോ എന്നുള്ളതിനും അപ്പുറത്തേക്ക് അങ്ങനൊരു സാധ്യത ഇ.പി. ജയരാജൻ തുറന്നു കൊടുക്കുകയും നേരത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഡസനോളം വിഷയങ്ങളിൽ ഇ.പി. ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാവുകയും സ്വയം പ്രതിരോധത്തിലാവുകയും ചെയ്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ന്യായീകരിക്കാൻ പറ്റുന്നതേയല്ല. അത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് തുറന്ന് സമ്മതിക്കുക വഴി പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാവുന്നു. എപ്പോഴാണ് ന്യൂനപക്ഷീകരിക്കാൻ വേണ്ടി CPM നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ കൈക്കുകുത്തിയാൽ താമരയ്ക്ക് പോകുമെന്ന് പലതവണ പറഞ്ഞ് കേരളത്തിലെ വോട്ടർമാരോട് പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ തീർച്ചയായും ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞത് ഒരു പറ്റം വോട്ടർമാരെയെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കുകയും അതിന് വലിയ ചർച്ചാ വിഷയമായി മാറുകയും ഒരു രാഷ്ട്രീയ ബോംബായി മാറുകയും ചെയ്തു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ CPM-ന് കരുതി വെച്ചിരിക്കുന്ന വോട്ട് മറ്റേതെങ്കിലും പാർട്ടിക്ക് പോകുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അതൊരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലാണ് ഇനി ഇത് കത്തിപ്പടരാൻ പോകുന്നത്. കാരണം മറുഭാഗത്ത് കോൺഗ്രസിനെ ഒരുപക്ഷെ BJP-യിലേക്ക് പോകാൻ സാധ്യതയുള്ള നേതാക്കൾ എന്ന മട്ടിൽ CPM അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അവർക്കൊരു ആയുധം കൊടുക്കുകയാണ് ഇ.പി. ജയരാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ ഒരു വലിയ തീരുമാനമുണ്ടാക്കി ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള ശേഷി ഇ.പി. ജയരാജൻ ഉണ്ട് എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അവരോട് സഹതപിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു പാർട്ടി സംവിധാനമല്ല CPM. ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ച് ഒരു നേതാവ് വിചാരിച്ചാൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ പോലൊരു മണ്ഡലം, അത് CPI-യുടെ മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും CPM-ന് ഒരു റോളുമില്ല. ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രകാശ് ജാവദേക്കർ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ചർച്ച തന്നെ വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, മറ്റൊരു ആർഗ്യുമെൻ്റ് ഉള്ളത് മഹാരാഷ്ട്ര ഗവർണറാക്കാം ഇ.പി. ജയരാജനെ എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതും ഇ.പി. ജയരാജനെ പോലെയുള്ള ഒരാൾക്ക് സ്വീകാര്യമാകാൻ സാധ്യതയില്ല. കാരണം മഹാരാഷ്ട്ര ഗവർണറായി അദ്ദേഹം BJP സ്വീകരിച്ച് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ വേരുകളുമെല്ലാം ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു പാർട്ടി സംവിധാനത്തിന് കീഴിലാണ് ഇ.പി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞാനിതിൽ കാണുന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇതെല്ലാം വ്യക്തമാക്കേണ്ടത് ഇ.പി. ജയരാജനാണ്. ഇതെല്ലാം ഊഹങ്ങൾ മാത്രമാണ്. ഇ.പി. ജയരാജൻ എപ്പോഴും രാജാവിനേക്കാൾ വലിയ രാജഭക്തി പാർട്ടിയിലും നേതാക്കളുടെ കാര്യത്തിലും കാണിക്കുന്നയാളാണ്. ഇതാ ലാവ്ലിൻ കേസ് ഒന്ന് കുറച്ചു തരാം, ഈ സ്വർണ്ണക്കടത്തു കേസിലെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താം, അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു ടാക്റ്റിക്കലായ അടവ് തന്ത്രത്തിലേക്ക് പോകാം തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ പ്രലോഭിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇ.പി. ജയരാജനെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് പ്രലോഭനം. മഹാരാഷ്ട്ര ഗവർണർ എന്ന വിഷയത്തിനും അപ്പുറം രാഷ്ട്രീയമായി ഇത്തരം കൂടിയാലോചനകൾ താൻ വഴി നടത്തുകയും അങ്ങനൊരു രാഷ്ട്രീയ നീക്കത്തിനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി പാർട്ടിയിലെ പഴയ പദവിയിലേക്ക് തിരിച്ചു വരാനും പാർട്ടിയിൽ അദ്ദേഹത്തിനൊരു കമാൻഡിംഗ് പൊസിഷനിലേക്ക് തിരിച്ചു വരാനുമുള്ളൊരു ശ്രമം ഒരുപക്ഷെ ഇ.പി. ജയരാജൻ നടത്തിക്കൂടാ എന്നില്ല. ഏത് പദവി? പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പോലും ഇപ്പോൾ LDF കൺവീനറാണ്. അടുത്ത തവണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. LDF കൺവീനർ സ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത്ര തൃപ്തിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് കാരണമടക്കം പറഞ്ഞു. അപ്പം LDF കൺവീനർ ആയിരിക്കുന്നതിനേക്കാൾ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചതൊന്നുകിൽ പാർട്ടി സെക്രട്ടറി പദവി, അതല്ലെങ്കിൽ അദ്ദേഹം ഒരു നിയമസഭാ സാമാജികനായി. ഈ രണ്ടും പാർലമെന്ററി രംഗത്തേക്ക് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹം ഈ പറഞ്ഞ വിവാദങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇ.പി. ജയരാജൻ ഇനി എത്ര സ്തുതിപാഠനം നടത്തിയിട്ടും കാര്യമില്ലല്ലോ. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന തോന്നലുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണോ എന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു വിഡ്ഢിത്തമാണ് നടത്തിയത്. കാര്യം പാർട്ടിയിൽ ഒരാൾ പോലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു നീക്കമാണ്.
അതുകൊണ്ട് തന്നെയായിരിക്കും അത് ടേക്ക് ഓഫ് ചെയ്യാതെ പോയത്. പക്ഷേ നടന്നിരിക്കുന്നത് രാഷ്ട്രീയ സംഭാഷണം തന്നെയാണ്. ചായ കുടിക്കാൻ വേണ്ടി ആക്കുളത്തെ മകൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് പോകാൻ മാത്രം, ഒരു ചായ കുടിക്കാൻ ഏറ്റവും നല്ല ചായ കിട്ടുന്നൊരു സ്ഥലം അതാണ് എന്ന് കരുതാൻ മാത്രം വിഡ്ഢിയല്ല പ്രകാശ് ജാവദേക്കർ. സ്വാഭാവികമായും അത് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. ചർച്ച ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അത് രാഷ്ട്രീയമായി പ്രാപ്തിയിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി, അത് ഇന്ന് സമ്മതിക്കുക വഴി കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നികേഷ് കുമാർ, പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ എന്നുള്ള ചോദ്യത്തിന് പ്രതിരോധത്തിലാക്കി എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലോ. പിണറായി വിജയൻ്റെ വെർബാറ്റിം ഇന്ന് ആരെ വഞ്ചിക്കണമെന്നാലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. സഖാവ് ജയരാജൻ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല. കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായി വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതാണ് എന്നുള്ളതാണ്. നോക്കൂ, സാധാരണഗതിയിൽ CPM-ൻ്റെ ഒരു സെൻഷറിങ് നടന്നാൽ, CPM-ൻ്റെ ഒരു അച്ചടക്ക നടപടിയാണല്ലോ സെൻഷറിങ്. അങ്ങനെ ഒരു സെൻഷറിങ് ഉണ്ടായാൽ കീഴ്ഘടകത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് പിണറായി വിജയൻ വാർത്താലേഖകരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഇപ്പോൾ EP ജയരാജൻ എന്ന് പറയുന്നത് ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് കേരളത്തിൽ നിന്നുള്ള. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിലെ ഒരു മുതിർന്ന അംഗത്തെ പോളിറ്റ് ബ്യൂറോ അംഗമായ, അതിനേക്കാൾ മുതിർന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, പോളിറ്റ് ബ്യൂറോ അംഗം പരസ്യമായി ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് ഈ VS അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗീയതയ്ക്ക് ശേഷം നമ്മൾ CPM രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത് അടിവരയിട്ട് നമ്മൾ കാണേണ്ടതാണ്. ജാഗ്രത കുറവുണ്ടായി എന്ന് പിണറായി വിജയൻ തന്നെ പറയുന്നു എന്ന് മാത്രമല്ല, അത് പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരുന്ന അടിയന്തരമായ സാഹചര്യം, ഇന്ന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് ആ അടിയന്തരമായ സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഡോക്ടർ അരുൺ, അതായത് നമുക്ക് ഇതിനകത്ത് എന്തൊരു വലിയ എന്താ പറയുക വൈരുദ്ധ്യമാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളെന്താ EP ജയരാജനിൽ പൊതുവെ റിപ്പോർട്ട് ചെയ്യാറുള്ളത്? EP ജയരാജൻ നിരാശയിലാണ്. EP ജയരാജന് മട്ടന്നൂരിൽ 3ാമതും നിയമസഭാ സീറ്റ് നൽകിയില്ല. അതിലൂടെ അദ്ദേഹത്തിന് 2ാമത് പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം EP ജയരാജൻ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല, സംസ്ഥാന സമിതിക്ക് വരുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് വരുന്നില്ല എന്നുള്ളതാണല്ലോ നമ്മൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ദല്ലാൽ നന്ദകുമാറിൽ കേൾക്കുന്ന കാര്യം എന്താണ്? SNC ലാവലിൻ, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ കേസുകളിൽ നിന്ന് ഒഴിവാക്കി തരാം, പകരം തൃശ്ശൂർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. നോക്കൂ, അതെങ്ങനെയാണ് രണ്ടും കൂടെ ചേർന്ന് പോവുക? ഒന്ന്, നമ്മൾ പറയുന്നു EP ജയരാജൻ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് കൊടുക്കാത്തതുകൊണ്ട്, അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മാറിയിരിക്കുന്ന EP ജയരാജനോട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? SNC ലാവലിൻ വിഷയമോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് വിഷയം, ഇതൊന്നും EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ. ഇത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട. ഇനി SNC ലാവലിനാണെങ്കിൽ പിണറായി വിജയൻ്റെ SNC ലാവലിൻ കേസിൽ പ്രതിയൊന്നുമല്ല. 2 കോടതികളിൽ, വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും പിണറായി വിജയൻ അക്യൂറ്റ് ചെയ്യപ്പെട്ട കേസാണത്. ഇനി ഇപ്പോൾ സുപ്രീം കോടതി അക്കാര്യത്തിൽ അപ്പീലുമായി പോയിട്ടുള്ള CBIയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഈ വിചാരണ കോടതിക്കും അപ്പീൽ കോടതിക്കും അവതരിപ്പിച്ചതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ പുതിയ വിഷയങ്ങളുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നാണ്. പിന്നെ അങ്ങോട്ടേക്ക് CBI ആണ് പോകാതിരുന്നിട്ടുള്ളത്, അല്ലാതെ പിണറായി വിജയൻ അല്ല അത് തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു പാർട്ടിയിൽ പിണറായി വിജയനോട് കെറിവിച്ച് പിണറായി വിജയൻ തനിക്ക് MLA മത്സരിക്കാൻ അനുവദിച്ചില്ല, പിണറായി വിജയൻ തനിക്ക് മന്ത്രിയായി മത്സരിക്കാൻ അവസരം തന്നിട്ടില്ല, പിണറായി വിജയൻ്റെ പാർട്ടി അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഒരു അപ്രമാദത്തുള്ള പാർട്ടി എനിക്ക് പാർട്ടി സെക്രട്ടറി പദവി നൽകിയില്ല എന്ന് പറഞ്ഞ് കെറിവിച്ച് നിൽക്കുന്ന EP ജയരാജൻ പോയി പിണറായി വിജയന് വേണ്ടി ബാർഗൈനിങ് നടത്തുക എന്ന് പറയുന്ന വൈരുദ്ധ്യമാണ് ഈ പറയുന്ന വെളിപ്പെടുത്തലിലുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഒന്നും തന്നെയും യഥാർത്ഥത്തിൽ വസ്തുതകളേ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം EP ജയരാജൻ ഇക്കാര്യം വിശദീകരിക്കുന്നതിലെ കാൽക്കുലേഷനിൽ വലിയ പിഴവുണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇങ്ങനെയല്ല ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഒരു പാർട്ടി നേതാവ് പ്രതികരിക്കേണ്ടത്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരോധം പാളിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നോക്കൂ, EP ജയരാജൻ ആരാണ്? എന്തുകൊണ്ടാണ് EP ജയരാജന് ഇത്രയധികം ലോങ് റോപ്പ് കിട്ടുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ നേരത്തെ ഉണ്ണിയും സ്മൃതിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ EP ജയരാജൻ ഇപ്പോൾ ബോണ്ട് വാങ്ങിയ വിഷയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന
ഇപ്പോൾ തൃക്കാക്കര നിയമസഭ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതാണ്. തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അതിനകത്ത് EP ജയരാജനായിരുന്നു ചാർജ്. ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ പിടിയിലകപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തൃക്കാക്കരയ്ക്ക് വേണ്ടിയിട്ട് ആ പാവം ഇവിടെ വന്ന് താമസിച്ചു എന്നുള്ളതുകൊണ്ടാണ്. തൃക്കാക്കരയിൽ നമ്മൾ മലയാള മനോരമയുടെ 1-ാം പേജ് ലീഡ് വാർത്ത ഓർമ്മയില്ലേ? തൃക്കാക്കരയിൽ EP ജയരാജൻ അന്വേഷണ കമ്മീഷനോട് സഹകരിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള EP ജയരാജൻ തയ്യാറായിട്ടില്ല. എന്നിട്ട് പോലും പാർട്ടി EP ജയരാജനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ EP ജയരാജനുമായിട്ട് കലഹിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് കേരളത്തിലെ CPIM പാർട്ടിയിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്ന ഒരു നേതാവ് ഒരുപക്ഷെ EP ജയരാജനായിരിക്കും. പക്ഷേ CPM അങ്ങനെയല്ല EP ജയരാജനെ കണക്കാക്കുന്നത്. EP ജയരാജൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ത്യാഗമനുഷ്ഠിച്ചിട്ടുള്ള നേതാവാണ്. നമുക്ക് ആന്ധ്രയിലെ ഓങ്കോളിൽ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ കഴുത്തിൽ വെടിയേറ്റു. അതിനകത്ത് അത് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് ദിനേശ്, ശശി എന്ന 2 പേരാണ് വെടിയിലായത്. ഇവർ RSSകാരാണ്. RSSൽ നിന്നുള്ള സുധാകരൻ്റെ റിക്രൂട്ട്മെൻറ്റാണ്. അങ്ങനെയാണ് കേസ്, അങ്ങനെയാണ് അതിൻ്റെ വസ്തുതയും. അപ്പോൾ അങ്ങനെയുള്ള 2 പേര്, അതായത് ഈ RSSകാരെ കൊല്ലാൻ ശ്രമിച്ച ആൾ ആണ് ഈ പറയുന്ന EP ജയരാജൻ. ആ EP ജയരാജൻ പോയി RSSൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ അതിലും എന്ത് യുക്തിയാണുള്ളത്? പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരുപക്ഷെ നിസ്സംഗത ഒരു ഘട്ടത്തിൽ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം നിസ്സംഗത ബാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ നന്ദകുമാറിനെ പോലുള്ള എലിമെൻറ്റുകൾക്ക് വന്ന് കയറാൻ പറ്റുന്ന രീതിയിലേക്ക് EP ജയരാജൻ്റെ ഒരു മനോഭാവം മാറിയിട്ടുണ്ടാകും. വരുന്നവരും പോകുന്നവരെയും ഒക്കെ തന്നെയും ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലായിരിക്കില്ല ഒരുപക്ഷെ ഡീൽ ചെയ്തിട്ടുണ്ടാവുക. വന്ന് വർത്തമാനം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ നിലയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നതല്ലാതെ EP ജയരാജൻ ഈ നിലയിൽ BJPയിലേക്ക് പോകാൻ വേണ്ടി അത് സ്വന്തം ഇപ്പോൾ നമുക്ക് പറയാം മഹാരാഷ്ട്രയുടെ ഗവർണർ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ എൻ്റെ അരുണെ മഹാരാഷ്ട്രയിലെ ഗവർണറായിട്ട് EP ജയരാജന് എന്ത് കാര്യം? കണ്ണൂർ പാപ്പനശ്ശേരിയിൽ ജീവിക്കുന്ന EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തകരുടെ സ്നേഹവായ്പാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ അത്തരം കുടുംബങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളുകളല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വിലയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തകരുടെ സ്നേഹവായ്പ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ മഹാരാഷ്ട്ര ഗവർണർ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് എന്ത് കാര്യം? അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇദ്ദേഹത്തെ പിടിച്ച് മഹാരാഷ്ട്ര ഗവർണറാക്കാൻ വേണ്ടി ബാർഗെയിൻ ചെയ്തു എന്ന് പറയുന്നത്. ഒന്ന്, ഇതിൽ 2ലും വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ്. മഹാരാഷ്ട്ര ഗവർണർ ആകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ ആകാൻ വേണ്ടിയോ EP ജയരാജൻ സ്വന്തം പാർട്ടി വിട്ടുപോകും. അതും തന്നെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചവരുടെ പാർട്ടിയിലേക്ക് പോകും എന്ന് കരുതാൻ വയ്യ. ഒന്ന്. 2, EP ജയരാജൻ കെറിവിച്ച് നിൽക്കുന്നത് പിണറായി വിജയനോടും പാർട്ടിയോടുമാണ്. ആ പിണറായി വിജയനും പാർട്ടിക്കും വേണ്ടി EP ജയരാജൻ സ്വന്തം ജീവിതം വെച്ച് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ വൈരുദ്ധ്യം. ഓക്കെ, ഞാൻ പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുന്നത് EP ജയരാജന്റെ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണ്. അതിൽ പരസ്പരമുള്ള സ്ഥിരീകരണം വരുന്നു. ഇനി കണ്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പോയി കണ്ട ആളുടെ പാർട്ടിയും ആ പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷനടക്കം, അതായത് BJP സംസ്ഥാന അധ്യക്ഷനടക്കം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു. EP ജയരാജനെ മാത്രമല്ല കണ്ടിട്ടുള്ളത് എന്നതും ചേർത്ത് പറയുന്നുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്ന് കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. അത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പല കൂട്ടുകെട്ടിലും പോയി പെടുന്നുണ്ട്. ആ കൂട്ടുകെട്ടുകളൊക്കെ ഈ പാബി ശിവൻ കമ്പാരിസണൊക്കെ സ്വർണ്ണക്കടത്ത് കേസിലെ ശിവശങ്കറിനെ ഓർമ്മയിൽ വെച്ച് പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല. എന്തായാലും പാബി ശിവന്റെ കൂടെ കൂടിയാൽ ശിവൻ പാബി ആവുകയല്ല, പാബി മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ പാബിയുടെ ആ പാപം മാറുക എന്നതാണ് സംഭവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഉള്ള കാര്യം. പിന്നെ എല്ലാവരും BJPയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നത്. അത് EP ജയരാജൻ എന്നോ K സുധാകരൻ എന്നോ ഒന്നുമില്ല. ഓരോ പാർട്ടിയിലും അസംതൃപ്തരായി നിൽക്കുന്ന നേതാക്കളുമായി മറ്റു പാർട്ടിയിലുള്ളവർ ചർച്ച നടത്തുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിപ്പോൾ BJP നടത്തുമ്പോൾ മാത്രം അത് പാടില്ല. ഇവിടെ ഉണ്ണിസാർ പറയുന്നത് ഞാൻ കേട്ടു. ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതിൽ ദല്ലാൽ നന്ദകുമാറിനെ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് ഒരു ഗാഠമായ ഒരു ആശ്ലേഷം ദല്ലാൽ നന്ദകുമാറിന് നൽകുന്ന ഉണ്ണിസാറിനെയാണ് ഞാനിന്ന് കണ്ടത്. അതിൽ പറഞ്ഞുകൊണ്ടാണ് BJP
മാഡത്തിന് ചിരി വന്നു പോട്ടെ. ദല്ലാൽ നന്ദകുമാറും ആയിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ച അത് പറഞ്ഞുകൊണ്ട് BJPയും CPIM കൂടി അങ്ങ് ഡീലാക്കി കഴിഞ്ഞു എന്നുള്ള മട്ടിലേക്ക് ആ വാദം അങ്ങ് കൊണ്ടുപോവുകയാണ്. അങ്ങനെയൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാനായിട്ട് BJPക്ക് EP ജയരാജന്റെ ആവശ്യമൊന്നുമില്ല. തൃശ്ശൂർ എടുക്കാൻ സുരേഷ് ഗോപി ഈസ് മോർ ആൻഡ് ഇനഫ്. അത് മതി. അത് നമുക്ക് എന്തായാലും ജൂൺ 4 കഴിയുമ്പോൾ സംസാരിക്കാം. എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തൃശ്ശൂർ എത്തുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം തൊടുത്തുവിടാനായി ദല്ലാൽ നന്ദകുമാറിനെ ഇറക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്ന പോളിംഗ് ശതമാനവുമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരിലും നാട്ടികയിലും മണലൂരിലും ഒന്നും കോൺഗ്രസ് വിചാരിച്ച വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു നിശബ്ദത. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലിയ അവകാശവാദങ്ങളും കണക്കുകൂട്ടലുകളും ഒക്കെ വരും. അപ്പോൾ കണക്കൊക്കെ ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ ആ കണക്ക് പറയാനുള്ള സമയമല്ലല്ലോ. ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൽ നിന്ന് പോകുന്നത് എങ്ങോട്ടാണ്? BJPയിലേക്ക്. CPIMൽ നിന്ന് പോകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതും കൂടിക്കാഴ്ചകൾ നടക്കുന്നതും എവിടേക്ക് പോകാനാണ്? BJPയിലേക്ക്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെ ഭരിച്ചിട്ടേ ഉള്ളത് കോൺഗ്രസും CPIMും നേതൃത്വം നൽകുന്ന മുന്നണികളാണ്. LDFും UDFുമാണ്. അപ്പോൾ കേരളത്തിൽ BJPയിലേക്ക് വരാൻ ആ പാർട്ടികളിൽപ്പെട്ട നേതാക്കളാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ എന്താണോ സംഭവിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും സംഭവിക്കും. ആ സംഭവിക്കുന്നതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ വേണം ഈ സംഭാഷണങ്ങളെ കാണാൻ. എന്തായാലും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഇടതുമുന്നണിയാണ്. കാരണം ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട മുഖ്യ സംഘാടകനെ തന്നെയാണ് BJP റാഞ്ചാനായി ആദ്യം ശ്രമിച്ചിരിക്കുന്നത്. EP ജയരാജൻ എന്ന് പറയുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ അസംതൃപ്തനായി നിൽക്കുകയാണ് എന്നുള്ളത് ആ പാർട്ടി സംവിധാനത്തിനറിയാം. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. യഥാർത്ഥത്തിൽ ആ അസംതൃപ്തിയുടെ പ്രധാന കാരണക്കാരൻ തന്നെ ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. കാരണം EP ജയരാജൻ ഇരിക്കേണ്ടിടത്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് EP ജയരാജന്റെ ഏറ്റവും വലിയ ആരോപണം. എൻ്റെ അല്ല, EP-യുടെ ആരോപണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം ചൊവ്വാഴ്ച ശോഭാ സുരേന്ദ്രൻ പേര് പറയാതെ ഒരു സൂചന നൽകുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന കട്ടനപ്പുറത്ത് നിന്ന ജനലിനപ്പുറത്തുള്ള ആൾ ആരാണ്? അത് EP ആണ് എന്ന് സൂചിപ്പിക്കുന്ന ധ്വനിയുള്ള കാര്യങ്ങൾ പലതും പറയുന്നു. അതിനുശേഷമാണ് ഈ K സുധാകരൻ, പ്രകാശ് ജാവദേക്കറും ദല്ലാൽ നന്ദകുമാറും EP-യും പങ്കെടുത്ത ചർച്ചയെക്കുറിച്ച് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദല്ലാൽ വരുന്നു. ഇതെല്ലാം കറക്റ്റ് സീൻ ബൈ സീനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കൾമിനേഷൻ സംഭവിക്കുന്നത് വോട്ടെടുപ്പ് ദിവസമാണ്. അപ്പോൾ ഇതൊരു പ്ലാൻഡ് മൂവ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പ്ലാൻ ഇട്ടത് ആരാണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ EP-യുടെ ബദ്ധവൈരിയായി നിൽക്കുന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇതിൽ ചെറിയ പങ്കൊക്കെ ഉണ്ടാകാതിരിക്കില്ല. അതെന്താണെന്ന് പുറത്തു വരേണ്ടതും പറയേണ്ടതും EP ജയരാജനാണ്. EP ജയരാജൻ പറയേണ്ട കാര്യം എന്തായാലും ഞാനിപ്പോൾ പറയുന്നില്ല. അത് അദ്ദേഹം തന്നെ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് പാർട്ടിയിലും ആയിക്കോളൂ, നാളെ നിങ്ങൾ BJP ആണ്. അതിപ്പോൾ ആരായാലും EP ജയരാജനായാലും ഇപ്പോൾ പിണറായി വിജയൻ നാളെ BJPയിൽ ചേർന്നാലും പിണറായി വിജയനെ BJP സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവർത്തനം കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇരു മുന്നണികളിലെയും, അതിൽ കോൺഗ്രസിന്റെ K സുധാകരൻ ഇപ്പോഴില്ല എന്നേ പറയുന്നുള്ളൂ, നാളെ പോകില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ K സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്, മറ്റേത് ഇടതുമുന്നണിയുടെ കൺവീനർ, ആ ബിഗ് ഷോട്ട്സിനെയാണ് നോക്കേണ്ടത്, അല്ലാതെ പിന്നെ ലോക്കൽ സെക്രട്ടറിയാണോ വിളിച്ചുകൊണ്ട് പോകേണ്ടത്? അപ്പോൾ അങ്ങനെയുള്ള ബിഗ് ഷോട്ട്സിനെ ട്രൈ ചെയ്യുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. കാരണം നയിച്ചു പരിചയമുള്ള, ഭരിച്ചു പരിചയമുള്ള ആളുകളെ, ഭരണ നൈപുണ്യമുള്ള ആളുകളെ, അല്ലെങ്കിൽ ആ രീതിയിൽ കേരള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ആളുകളെയൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് ചെയ്യാൻ കൂടാത്ത കാര്യമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇരു മുന്നണിയിലെ അസംതൃപ്തരായ ആളുകൾ ആരൊക്കെ ജൂൺ 4-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം BJPയിലേക്ക് ചേരാൻ വരും എന്നൊക്കെയുള്ള K സുരേന്ദ്രന്റെ ക്ലെയിം അനുസരിച്ച് ആരൊക്കെ വരുമെന്നറിയാൻ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്കതേക്കുറിച്ചൊന്നും അറിയില്ല. തിരുവനന്തപുരം ആക്കുളത്തെ കൂടിക്കാഴ്ച, മകന്റെ ഫ്ളാറ്റിൽ വെച്ചുള്ള കൂടിക്കാഴ്ച EP ജയരാജൻ ഡിനേ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. EP ജയരാജന്റെ മകന്റെ വീടായതുകൊണ്ട് പ്രകാശ് ജാവദേക്കർ ആയിരിക്കുമല്ലോ വന്ന അതിഥിയായി തന്നെ പ്രകാശ് ജാവദേക്കർ വന്നതാണ്. പ്രകാശ് ജാവദേക്കർ കേരളത്തിന് ചുമതലയുള്ള BJPയുടെ പ്രഭാരിയാണ്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ചുമതലയുള്ള പ്രഭാരി വെറുതെ ഒരു വീട്ടിലും ചെന്ന് കയറില്ല. കൃത്യമായി കൂടിക്കാഴ്ച നടത്താനായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച നടത്തേണ്ട ആളുടെ സമ്മതം ചോദിച്ച്, അയാൾ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമേ ഏത് സംസ്ഥാനത്തെയും BJPയുടെ ഒരു സംഘടനാ ചുമതലനുസരിച്ച് കൃത്യമായി പ്രഭാരി അത് എടുത്തതിന് ശേഷമേ പോവുകയുള്ളൂ. അപ്പോൾ പ്രകാശ് ജാവദേക്കർ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ ആയിരിക്കണം പോയിട്ടുണ്ടാവുക. അല്ലാത്ത ഒരു കൂടിക്കാഴ്ചയ്ക്ക് പ്രകാശ് ജാവദേക്കർ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ മുഖ്യമന്ത്രി പറയുന്നു EP ജാഗ്രത കാട്ടിയില്ല. EP എന്താണ് ജാഗ്രത കാട്ടേണ്ടിയിരുന്നത്? EP ജാഗ്രത കാട്ടിയില്ല. കണ്ണിൽ കണ്ട എല്ലാവരോടും സൗഹൃദം പുലർത്തുന്നത് ശരിയല്ല. ഇവിടെ EP പറഞ്ഞു എനിക്ക് സൗഹൃദമുണ്ടെന്ന്, പ്രകാശ് ജാവദേക്കറുമായി എനിക്ക് കാലങ്ങളായുള്ള സൗഹൃദമുണ്ടെന്നൊന്നും EP പറഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് വന്നു, ഞാൻ സ്വീകരിച്ചിരുത്തി, വർത്തമാനം പറഞ്ഞു, ആവശ്യപ്പെട്ട കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് നമുക്കും കൂടി ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെയുള്ള അപ്പോൾ ഈ EP ജാഗ്രത കാട്ടിയില്ല, അല്ലെങ്കിൽ EP രാവിലെ എഴുന്നേൽക്കുമ്പോൾ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ സെന്റൻസുകളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള ദല്ലാൽ നന്ദകുമാർ ഒരിക്കലും ഒരു ക്രെഡിബിൾ ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ ക്രെഡിബിലിറ്റി പല കാര്യങ്ങളിലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുള്ള
എന്നുള്ളതാണ്. കാരണം പിണറായി വിജയന്റെ ഫ്ളാറ്റിൽ പോയതിനെക്കുറിച്ച് ഇതേ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയന്റെ ശരീരഭാഷ ഇങ്ങനെയായിരുന്നുവെന്ന് ഇതുപോലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ദല്ലാൽ വാചാലനായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഉള്ള ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇതിൽ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ LDFന്റെ കൺവീനറായ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ ജീവിതമുള്ള ഒരാളെ കൃത്യമായി എയിം ചെയ്യുന്നതാണ്. അത് ഫോക്കസ് ചെയ്ത് ചെറിപ്പിക്കുകയാണ്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് CPIM ഇനിയെങ്കിലും മനസ്സിലാക്കണം. നല്ല നേതാക്കളെ അർഹമായ സ്ഥാനങ്ങൾ കൊടുത്ത് അർഹിക്കുന്ന ഇടത്ത് കൊണ്ടിരുത്തിയില്ലെങ്കിൽ അവരെ മറ്റുള്ളവർ കൊണ്ടുപോകും. ആ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ കൊണ്ടുപോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഓരോരുത്തരും നടത്തുന്ന കൂടിക്കാഴ്ച, EP ജയരാജൻ കാണുന്ന ആളുകളെ കുറിച്ചൊക്കെ പാർട്ടിയോട് പറയണമെന്ന് പറയാനാണെങ്കിൽ പിണറായി വിജയൻ നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ ആരോടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് അദ്ദേഹം പാർട്ടിയോട് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തുന്നതിനെ കുറിച്ച് പാർട്ടിയോട് പറയേണ്ട, അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിച്ച കൂടിക്കാഴ്ചകളാണെങ്കിലാണ് പാർട്ടിയെ അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ പാർട്ടി ചുമതലയിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന കൂടിക്കാഴ്ചകളാണെങ്കിലാണ് പാർട്ടിയെ അറിയിക്കേണ്ടത്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. EP ജയരാജന് ഒരു ഓഫറും കൊടുത്തതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഫർ അക്സെപ്റ്റബിൾ ആണ് എന്ന് EP ജയരാജൻ പറഞ്ഞതായും ശോഭാ സുരേന്ദ്രൻ കോട്ട് ചെയ്തിട്ടില്ല. 90% ശ്രമം പൂർത്തിയായി എന്നാണ് പറയുന്നത്. ഒരാൾ ഒരു കാര്യം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ശ്രമം എന്ന് പറയുന്നത് 100% ആകണം. അത് എത്തിയില്ല. 90% എത്തിയപ്പോൾ എവിടെ വെച്ചാണ് അതിനൊരു സ്റ്റോപ്പ് വീണത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ EP ജയരാജനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി ഈ വിവരം അറിഞ്ഞപ്പോൾ, കാരണം K സുധാകരൻ വരെ ഈ കൂടിക്കാഴ്ചയെ പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി സംവിധാനം ഈ കൂടിക്കാഴ്ചയെ പറ്റി അറിയാതിരിക്കില്ലല്ലോ. അറിഞ്ഞിട്ട് EP ജയരാജനെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്മാറ്റിയതായിക്കൂടെ? കാരണം പാർട്ടി സംവിധാനവുമായി മുന്നണി സംവിധാനവുമായി ഒക്കെ അകൽച്ചയിൽ നിൽക്കുകയാണ് കഴിഞ്ഞ 1.5 കൊല്ലമായി EP ജയരാജൻ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. നിങ്ങളൊക്കെ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ EP ജയരാജന് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം TP ചന്ദ്രശേഖരന്റെ അനുഭവം എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. കേരളത്തിൽ സംഭവിച്ചതാണ്. 2012 TP ചന്ദ്രശേഖരന് സംഭവിച്ചത് 2024 EP ജയരാജന് സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് EP ജയരാജൻ വൺ സ്റ്റെപ്പ് ബാക്ക് എന്ന രീതിയിലേക്ക്, ഒരു സ്റ്റാൻഡിലേക്ക് പോയത്. ഇനി ഇവിടെ CPIMന്റെ ഫണ്ട് റൈസിംഗ്, ഇപ്പോൾ നേരത്തെ ബോണ്ടിനെ കുറിച്ച് വിവാദങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. EP ജയരാജൻ നടത്തിയ ഫണ്ട് റൈസിംഗ് ഒന്നും ഇല്ല എന്നൊരിക്കലും ഉണ്ണിസാർ പറയില്ലല്ലോ. ഒരു ഫണ്ട് റൈസറാണ് പാർട്ടിക്കുള്ളിൽ EP ജയരാജൻ എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ EPയെ സൈഡ് ലൈൻ ചെയ്തവരാണ് കുറ്റക്കാർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ വാക്കുകളാണെന്ന് തോന്നുന്നു. MV ഗോവിന്ദൻ ഇറക്കിയതാണ് എന്ന മട്ടിൽ, പാർട്ടി സെക്രട്ടറി ദല്ലാളാണോ അതോ MV ഗോവിന്ദനാണോ എന്ന മട്ടിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ആ വാർത്താ സമ്മേളനത്തിനിടയിൽ കേട്ടിരുന്നു. അപ്പോൾ EPയെ വെടക്കാക്കാൻ നോക്കി, പാർട്ടിക്കുള്ളിലെ എല്ലാം തനിക്കാക്കാൻ നോക്കിയത് ആരാണ് എന്നുള്ളത് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. CPIMനുള്ളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി പുറത്തേക്ക് വരട്ടെ. പിന്നെ KK ശൈലജ വടകരയിൽ ജയിക്കുന്നു, മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ EP മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് വെട്ടണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇതൊക്കെ സംഭവിച്ചത് എന്നും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അതിനാദ്യം KK ശൈലജ വടകരയിൽ ജയിക്കണം, മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരണം, അതിൽ EPയെ വെട്ടണം, അതൊക്കെ സംഭവിക്കുമ്പോൾ മാത്രം നമുക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് വരാം. എന്തായാലും സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അതൊരിക്കലും EPയുടെയോ CPIMന്റെയോ സഹായം കൊണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിലൊരു ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ആസൂത്രിത ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കൂട്ടത്തോടെ CPIM പോയതുപോലെ ആയിരിക്കില്ല. ഇവിടെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും CPIM നേതാക്കൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് മാത്രമല്ല, ഇന്നത്തെ CPIMും നാളത്തെ BJP എന്ന നിലയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇടവേള കഴിഞ്ഞിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയു EP എന്നാണ് ചോദ്യം. ഞാൻ ഒരു കാര്യം മാത്രമേ, ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു അഭിപ്രായം വന്നുകൊണ്ടാണ് അത് നിങ്ങൾ തർക്കത്തിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊരു നിരീക്ഷണമുള്ളൂ. ഒറ്റ വാചകത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന K സുധാകരൻ ഈ വിഷയം എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ഇന്നേ വരെ ആരെങ്കിലും ചർച്ച ചെയ്തു? അല്ല, അതിനകത്ത് എനിക്ക് തുടർച്ച. അതായത് ശോഭാ സുരേന്ദ്രൻ, പ്രകാശ് ജാവദേക്കർ ചർച്ച നടത്തിയത് ആരാണ്? പ്രകാശ് ജാവദേക്കറും ഈ പറയുന്ന EP ജയരാജനും. ഇതിൽ ദല്ലാള ഇടനിലക്കാരനായിട്ട് നിന്നു എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ. ഈ വിഷയം പുറത്താദ്യം കൊണ്ടുവരുന്നത് ശോഭാ സുരേന്ദ്രൻ, പിന്നീട് അത് ഏറ്റെടുക്കുന്നത് ദല്ലാൽ. പക്ഷേ ഇത് ആധികാരികമായി പറയുന്നത് K സുരേന്ദ്രൻ. ഞാൻ അതിന് മറുപടി പറയാം. ഇനി ശരിയായിട്ടും വരേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള തുടർച്ചയായിരുന്നു. വേറൊരു വിഷയമാണ് മോഡറേറ്റർ അവതരിപ്പിച്ചത്, അത് ശരിയായില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ അതിനകത്ത് സുജയ പറഞ്ഞൊരു വളരെ ശരിയായിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പം ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് എന്ത് ക്രെഡിബിലിറ്റി എന്നൊരു പ്രശ്നം സുജയ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഗാഠമായി ആശ്ലേഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ മുഖവിലേക്കെടുത്ത് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു. അതിനൊരു കാര്യമുണ്ട്. കാരണം ദല്ലാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന ലാവ്ലിൻ കേസ് കൺസീഡ് ചെയ്ത് കൊടുക്കും. 2 സ്വർണ്ണക്കടത്തടക്കമുള്ള കേസുകൾ അവസാനിപ്പിച്ചു കൊടുക്കും. 3, 26 തെരഞ്ഞെടുപ്പ് സഹായിക്കും. അത് മൂന്നാമത്തെ കാര്യം കൂടി. ബാക്കി 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങൾ വൃത്തിയായി ചെയ്ത്
തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യയിൽ BJP എന്ന് പറഞ്ഞ പാർട്ടി. അതിപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കാര്യത്തിനകത്താണെങ്കിൽ, സുവേന്ദു അധികാരിയുടെ കാര്യത്തിനകത്താണെങ്കിൽ, അശോക് ചവാന്റെ എല്ലാ പേരും കാര്യത്തിൽ, പറയണമെന്നില്ല. അജിത് പവാറിന്റെ Etc., etc. കാര്യത്തിനകത്താണെങ്കിൽ, പ്രഫുൽ പട്ടേലിന്റെ കാര്യത്തിനകത്താണെങ്കിൽ ഒക്കെ നമ്മൾ നല്ല വൃത്തിയായി കണ്ടിട്ടുണ്ട് ഈ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരത് ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇക്കാര്യത്തിൽ ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്ന കാര്യത്തിൽ ദല്ലാലിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം അതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ ഇത്തരം ഓപ്പറേഷൻസ് ചെയ്ത് തഴക്കവും പഴക്കവും വന്നൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കറൊക്കെ നല്ല ഒന്നാന്തരം ഓപ്പറേറ്റേഴ്സാണ്. അവരൊക്കെ ഏത് എക്സ്റ്റൻഷൻ വരെയും പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ കാര്യം എന്ന് വെച്ചാൽ ഒരു സീറ്റിന് വേണ്ടി, തൃശ്ശൂർ ഒരു സീറ്റ് ഉണ്ടാവും, നല്ല കാര്യം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ചില പാർട്ടിക്കൊരു സീറ്റ് നേടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഓപ്പറേഷൻ എന്ന് പറയാം. പാർട്ടിക്കൊരു സീറ്റ് നേടാൻ വേണ്ടിയിട്ട് കേരളത്തിലെ മൊത്തം ആളുകളെ മോക്കറി കാണിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, മൊത്തം ആളുകളെ വിഡ്ഢികളാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ BJP ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തും. അതുകൊണ്ട് ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ ക്രെഡിബിലിറ്റിയേക്കാൾ എന്നെ സംബന്ധിച്ചിടത്തോളം സാഹചര്യപരമായി ഇതും ഇതിനപ്പുറവുമുള്ള വൃത്തികേടുകൾ ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് BJP ഈ രാജ്യത്ത് മാറിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ദല്ലാൽ നന്ദകുമാറെ ഈ കാര്യത്തിൽ വിശ്വസിക്കാം. അതാണ് ഇതിനകത്ത് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച വിഷയത്തിൽ നോക്കൂ, BJP-യോട് അന്തർധാര ഉണ്ടാക്കുന്നവരും നേരത്തെ ചർച്ച നടത്തുന്നവരും ചെവിയിൽ നുള്ളിക്കോളൂ. കാരണം ഏതെങ്കിലും തരത്തിലൊരു സൗഹൃദ സംഭാഷണം പോലും നടത്തിയാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, EP ജയരാജനിൽ ആരോപിക്കുന്ന കാര്യങ്ങളിൽ ഏറെയും വൈരുദ്ധ്യങ്ങളാണ്. EP ജയരാജൻ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇവരുമായി ചർച്ച നടത്തിയതിൽ തെറ്റുകാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തെളിവും ഒരു വാചകവും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഏതോ തരത്തിൽ ഈ പറയുന്ന TG നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ പിടിയിൽപ്പെട്ട് അയാളുടെ സ്വാധീനത്തിൽപ്പെട്ട് EP ജയരാജൻ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ സൗഹൃദ സംഭാഷണമായിരിക്കും. ആ സൗഹൃദ സംഭാഷണം പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് EP ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ വലിയ കറയായിത്തീരുന്ന വിധത്തിലാണ്. അപ്പോൾ ഇനി BJP-യോട് സംസാരിക്കുന്നവരും നേരത്തെ BJP-യോട് സംസാരിച്ചവരും ചെവിയിൽ നുള്ളിക്കൊള്ളുക. കാരണം അവർക്ക് വരാൻ പോകുന്നത് ഇരുളടഞ്ഞ ഭാവിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് BJP-യോട് സംസാരിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഡോക്ടർ അരുൺ പറഞ്ഞ കാര്യത്തിനോട് ഇതെങ്ങനെയാണ് ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും നന്ദകുമാറും ഉള്ള വിഷയത്തിൽ ഞാനിത് BJP-യുടെ ഇൻസൈഡേഴ്സിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളല്ല ഇത് പുറത്തുവിട്ടിട്ടുള്ളത്, ഇത് നന്ദകുമാർ ആയിരിക്കും പുറത്തുവിട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോഴാണല്ലോ ഇതിൻ്റെ ട്രിഗർ ഉണ്ടായത്. ആ ട്രിഗർ അപ്പോൾ ശോഭാ സുരേന്ദ്രനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്തു, 10 ലക്ഷത്തിൻ്റെ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അവർക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ, സ്വാഭാവികമായ റൈറ്റ് ഉണ്ടല്ലോ. ആ റൈറ്റാണ് അവർ ഉപയോഗിച്ചത്. അതെങ്ങനെയാണ് പാർട്ടിക്ക് തടയാനാവുക എന്നുള്ളതാണ് BJP-യുടെ വാദം. പക്ഷേ എന്തായാലും BJP-യോട് സംസാരിച്ചവരും ഇനി സംസാരിക്കാൻ പോകുന്നവരും ചെവിയിൽ നല്ലോണം നുള്ളിക്കോളും. 9 പേരുണ്ട്. വരട്ടെ, അവരുടെയൊക്കെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. ഇതിനകത്ത് കൃത്യമായ ശതമാന കണക്കുണ്ട്. അതാണ് 90. പിന്നെ രമേശ് ചെന്നിത്തലായിട്ടുള്ള 45%. ചില എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് മാനദണ്ഡം, ഏത് മീറ്റർ വെച്ചാണ് ഇത് അളക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരു മീറ്റർ കൂടി കൊണ്ടുപോയിട്ടായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. 40, 42, 43 അപ്പോൾ ഏത് നിലവാരത്തിലേക്കും പോകും, എന്തും ചെയ്യുമെന്നൊരു അവസ്ഥയാണ്. കഷ്ടമാണ് കേട്ടോ കാര്യങ്ങൾ. സാറ് ഇങ്ങനെ ഇത്രയും പേടിക്കുന്നത് എന്തിനാണ്? BJP കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ണി സാർ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? നാളെ ഒരിക്കൽ അവർ അധികാരത്തിൽ വരില്ല എന്ന് സാറിന് എങ്ങനെ പറയാൻ കഴിയും? അവർ വരുമ്പോൾ അവർ മാത്രം മോശം എന്നുള്ള രീതിയിലേക്ക് എന്തിനാണ് അങ്ങനെ ഒരു നറേറ്റീവ്? എന്തോ കേരളത്തിൽ തന്നെ ഇരിക്കാമല്ലോ, കേരളത്തിന്റെ പേര് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തെ ഉത്തർപ്രദേശ് പോലെ വികസിതമാക്കാൻ കഴിയും. ഇപ്പോൾ 7 വർഷം കൊണ്ട് സംഭവിക്കുന്ന വികസനം ഇവിടെ കൊണ്ടുവരാൻ കഴിയും. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 7 വർഷമായി വരുന്ന വികസനം പോലെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പോയി കാണണം. കേരളം ഉത്തർപ്രദേശിനെ പോലെ വികസിക്കും. പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയോ? ആരോഗ്യം ഇതിലെവിടെയാണ് സാർ ഞാൻ പറഞ്ഞത്? ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്, അടിസ്ഥാന പശ്ചാത്തല സൗകര്യം. ഏതാ അടിസ്ഥാന സൗകര്യം? വിദ്യാഭ്യാസമാണോ, ആരോഗ്യമാണോ, റോഡാണോ, മറ്റു കണക്ടിവിറ്റി? സർ അവിടുത്തെ എക്സ്പ്രസ് വേ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ. ഈ നിങ്ങൾ ഇപ്പോൾ കുറ്റക്കാരാക്കുന്ന കിഫ്ബി ഉണ്ടല്ലോ, കിഫ്ബിയുടെ പേരിൽ കേരളത്തിൻ്റെ ഉൾനാടൻ റോഡുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് യൂറോപ്പിലുണ്ടാവില്ല. ഞാനിത് പറയല്ലേ, എന്നെ നാളെ ട്രോൾ ചെയ്തോട്ടെ. യൂറോപ്പിലുണ്ടാവില്ല. യൂറോപ്പൊക്കെ കേരളത്തെ നോക്കി പഠിക്കണം സാർ. അതാണ് ഞാൻ കിലാശ്ശേരി. അപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി EP എന്നാണ് ചോദ്യം. യെസ് എന്ന് 5, നോ എന്ന് 0. മീഡിയ എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
Meet the editors.